ചെറിയ തോതിൽ വളരെ കുറച്ച് പച്ചക്കറി ഉപയോഗിച്ച് ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങയ്ക്ക, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. പൊട്ടാറ്റോ, ക്യാരറ്റ്, തക്കാളി, സവാള, മുരിങ്ങയ്ക്ക എന്നതൊക്കെ ഒരു അത്യാവശ്യം ഒരു സാമ്പാറിന് വേണ്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും അത് കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പംകിൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ സാമ്പാർ മധുരിച്ചിരിക്കും. പിന്നെ ബ്രോക്കോളി ഞാൻ ചേർക്കാറുണ്ട്, ക്യാപ്സിക്കം ചേർക്കാറില്ല, ബ്രോക്കോളി ചേർക്കാറുണ്ട്, പിന്നെ കോളിഫ്ലവർ ചേർക്കാറുണ്ട്. അങ്ങനെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഇട്ടാലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാറില്ല. പിന്നെ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ കടുക്, ഉലുവ, ചുമന്ന മുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് നല്ലത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേവിച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ പച്ചക്കറിയുടെ കൂടെ സാധാരണ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂവരപ്പരിപ്പാണ് ഇടാറുള്ളത്. ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, കാരണം എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിന് വേണ്ട പൊടി എന്ന് വെച്ചാൽ 4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇപ്പോൾ ഈ മുളക് പൊടി നിങ്ങളുടെ ആവശ്യമനുസരിച്ചും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം പച്ചക്കറിയും കടലപ്പരിപ്പും പിന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞളും കായവും കൂടെ ഇട്ട് പ്രഷർ കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിക്കണം. പച്ചക്കറിയും കടലപ്പരിപ്പും ഒന്നിച്ച് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടണം. അപ്പോൾ പച്ചക്കറിയെല്ലാം പ്രഷർ കുക്കറിലിട്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് ഇതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറിയെല്ലാം പ്രഷർ കുക്കറിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ കുറച്ച് കായം, കുറച്ച് സ്പ്രേ ചെയ്ത്, ഇതാണ് കായം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കണം. കുക്കറിൽ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 സ്റ്റീം അടിക്കും. എന്നിട്ട് ആ സമയത്ത് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. 3 വിസിൽ കേട്ടിട്ട് ഇപ്പോൾ പച്ചക്കറിയും കടലപ്പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഒഴിച്ചിട്ട് ഈ പച്ചക്കറി ഇതെല്ലാം നന്നായിട്ട് ഈ പുളിവെള്ളത്തിൽ കിടന്നിങ്ങനെ വേവണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കുറേ അഴുക്കുണ്ട്, അതൊക്കെയാണ് തോടും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത്, കടിക്കും. പുളിവെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് തിളയ്ക്കാൻ കൊടുക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും കടുക് വറുത്ത് പൊടിയെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കടുക് വറുക്കാൻ വേറൊരു പാൻ ചൂടാക്കുന്നുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം കടുക് ഇടണം. എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇടണം. കടുക് പൊട്ടി ഇനി സവാള ഇടുക, അല്ലെങ്കിൽ കൊച്ചുള്ളി.
ഉള്ളിക്ക് ശേഷം ചുവന്ന മുളകിടണം, കറിവേപ്പില ഇടണം, എന്നിട്ട് ഉലുവ ഇടണം. ഉലുവ നേരത്തെ ഇട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഉള്ളി ഏകദേശം ഒന്ന് വാടിയതിന് ശേഷം മാത്രം ഉലുവ ഇടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി എല്ലാം ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്, അതുകൊണ്ട് അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇനി ചൂടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിനി തിളയ്ക്കുന്ന ഈ സാമ്പാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പിടണം. പൊടിയെല്ലാം ഇട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുകയാണ്. പ്രഷർ കുക്കറിലിട്ട് ഇത് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിടുന്നത് നല്ലതായിരിക്കും. ഞാനത് കാണിക്കാൻ വിട്ടു. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പച്ചക്കറി നന്നായിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ ഈ ഗ്രേവിയുടെ കൂടെ തന്നെ അത് കഴിക്കാൻ പറ്റും. കണ്ടോ, എല്ലാം ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ പിന്നെ ഇഡലി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്.